ഈ മൃതദേഹം ആദ്യമായി കണ്ടത് നഗരസഭയുടെ ഈ ഉദ്യോഗസ്ഥനാണ്. ചേട്ടാ, ഈ നിങ്ങളിത് കാണുമ്പോൾ ഏതവസ്ഥയിലാണ്? കമന്ന് വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കുകയായിരുന്നു. ഒരു സംശയം തോന്നാനുള്ള കാരണം നിങ്ങളൊരു പരിശോധന നടത്താൻ പറഞ്ഞിരുന്നു? രാവിലെ എച്ചയിൽ നിർദ്ദേശം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഇത് കണ്ട് നമ്മൾ ഏരിയ കൂടെ ഒന്ന് നോക്കുക. അങ്ങനെ നമ്മൾ വന്നപ്പോഴാണ് ഇങ്ങനെ സംശയത്തിൻ്റെ ഓരത്ത് നമ്മൾ നോക്കിയപ്പോഴാണ് വെള്ളത്തിൻ്റെ മുകളിൽ കമന്ന് കിടക്കുന്നത്. അവിടെ ഒരു പൈപ്പുണ്ട്, അതിൽ തട്ടി നിൽക്കുകയായിരുന്നു അതോ ഒഴുകി നടക്കുകയായിരുന്നു? ബൈക്കിൻ്റെ ഇപ്പുറത്തായിരുന്നു. പൈപ്പും കടന്ന് ഒഴുകി പോകുന്നു. ബൈക്കും കടന്ന് ഇപ്പുറത്ത് നിൽക്കുകയായിരുന്നു. ഏകദേശം അത് എത്ര ദൂരം ഒഴുകി പോന്നിട്ടുണ്ടാകും? ഇത് ജോയിയുടെ മൃതദേഹമാണെങ്കിൽ ഒരു കിലോമീറ്റർ അടുത്ത് പോന്നിട്ടുണ്ടാകും അല്ലേ? അത് അതിനെപ്പറ്റി 1 കിലോമീറ്റർ വരും. നമ്മൾ തകരപ്പറമ്പിൽ നിന്ന് നമ്മൾ ഏകദേശം വീണ സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ നമ്മൾ ഇവിടെ ഇപ്പോൾ വന്ന് നിൽക്കുന്നുണ്ട്. കുറച്ച് വെള്ളത്തിൽ നമ്മൾ കാലത്തെ സാർമാരത്തിന് വെച്ചൊരു മഴക്കാലം ശുചീകരണം നോക്കി വരികയായിരുന്നു. അതിൻ്റെ കൂടെ ഇതും കൂടെ നോക്കി കയറി വന്നപ്പോഴാണ് ഈ സംഭവം കണ്ടത്. അതിനോട് ഞാൻ കൂടെ കണ്ടത്. അപ്പോൾ നമുക്ക് ഡൗട്ട് തോന്നിയിട്ട് ശകലം അവിടെ ഒരു മുള കിടന്നതിനടുത്ത് തട്ടി നീക്കി നോക്കിയപ്പോൾ ഇത് കൺഫേമായി ഇതാണെന്ന്. അഴുകിയ നിലയിലാണല്ലോ മൃതദേഹം. പക്ഷെ വെള്ളം കുടിച്ച് നല്ല ചീർത്തിട്ടുണ്ട്, പെരുവിയിട്ടുണ്ട്. അഴുകിയല്ല, പെരുവിയിട്ടുണ്ട്, അതേ ഉള്ളൂ. വേറെ കുഴപ്പമില്ല. നമ്മളവിടെ നിന്ന് അപ്പം തന്നെ നമ്മളവിടെ ഓഫീസിൽ അറിയിച്ചു ഇതേപോലെ ഇങ്ങനെ ഒരു സാധനം കണ്ടു. പിന്നെ സാറുമാരെ വന്നിട്ട് കൺഫേം. ശരീരത്തിൽ വസ്ത്രം ഒക്കെ ഉണ്ടായിരുന്നു അതോ അതെല്ലാം? തുണിയുണ്ട് ചേട്ടാ, പക്ഷേ അത് അങ്ങൊന്നും മാറി തിരിഞ്ഞൊക്കെ പോയിരിക്കുക. തീരെ ഒന്നും ഇതേപോലെ ഇത്രയും ദൂരം കിടന്നുകൊണ്ട് പെരുവിയുണ്ട്, വിട്ടുപോയിട്ടുള്ള സാധനങ്ങളുണ്ട്. പിന്നെ പെരുവി എന്ന് പറയുമ്പോൾ മുഖം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ? ഇല്ല, മുഖം തിരിച്ചറിയാൻ പറ്റും. ബോഡി നന്നായിട്ട് പെരുവിയിട്ടുണ്ട്. വേറെ നിങ്ങൾ ആ ഫോട്ടോയൊക്കെ കണ്ടതാണ് ജോയിയുടെ, അപ്പോൾ അത് തന്നെയാണ് എന്നാണോ നിങ്ങളുടെ ഒരു നിഗമനം? ഇത്ര കൺഫേമായിട്ട് പറയാനില്ല ചേട്ടാ, പക്ഷേ ഫോട്ടോയിലേ കണ്ടോളൂ. അതിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. ബാക്കി ഫാമിലി വന്നിട്ട് തീരുമാനിക്കും.